ഇപ്പോൾ മധു വധക്കേസിൽ വിധി അല്പസമയത്തിനകം തന്നെ വരുമെന്നുള്ളൊരു വാർത്ത കൂടിയാണ്. അല്ലെങ്കിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ, എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. എന്ത് തരത്തിൽ, ഏത് വിധിയാണ്, ഏത് ശിക്ഷയാണ് ഈ പ്രതികൾ എന്ന് കണ്ടെത്തിയിട്ടുള്ള 14 പേർക്ക് കോടതി വിധിക്കുക എന്നതിനെ സംബന്ധിച്ച് ഉണ്ണികൃഷ്ണനുണ്ട് ന്യൂസ് ഡെസ്ക്. ഉണ്ണി, എപ്പോഴാണ് വിധി പ്രസ്താവം ഉണ്ടാവുക? കേരളം ഒരുപക്ഷെ, കേരളം എന്ന് തന്നെയല്ല, രാജ്യമെമ്പാടും ഒരുപക്ഷെ ഉറ്റുനോക്കുന്ന ഒരു വിധി കൂടിയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നുമുണ്ട്. എബി, തീർച്ചയായും രാവിലെ 11 മണിക്ക് ശേഷമാണ് വിധി പറയുകയെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2 പേരെ വെറുതെ വിട്ടിരുന്നു. ഈ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കേസായിരുന്നു അട്ടപ്പാടിയിൽ മധു എന്ന ആദിവാസി യുവാവിനെ അരി മോഷ്ടിച്ചു എന്ന് ആരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസ്. ആ കേസിൽ അല്പസമയത്തിനകം 11 മണിക്ക് ശേഷം പ്രതികളുടെ ശിക്ഷ മണ്ണാർക്കാട്ട് SC കോടതി, പ്രത്യേക കോടതി വിധിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഇന്നലെ ഈ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. 2 പേരെ വെറുതെ വിട്ടിരുന്നു. ഒന്നാം പ്രതി ഹുസൈൻ, മരക്കാർ, ഷംസുദ്ദീൻ, രാധാകൃഷ്ണൻ, അബൂബക്കർ, സിദ്ദിഖ്, ഉബൈദ്, നജീബ്, ജൈജിമോൻ, സജീവ്, സതീഷ്, ഹരീഷ്, ബിജു, മുനീർ എന്നിവരാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. ഈ 304(2) വകുപ്പ് പ്രകാരമാണ് ആസൂത്രിതമല്ലാത്ത നരഹത്യയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം. 13 പ്രതികൾക്കെതിരെ ഇത്തരത്തിലുള്ള കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഒരു കുറ്റമായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രോസിക്യൂഷൻ ആരോപിച്ച കൊലപാതക കുറ്റം ഈ കോടതി ഒഴിവാക്കിയിട്ടുണ്ട്. 16-ാം പ്രതി മുനീറിനെ, അദ്ദേഹത്തിനെതിരെ ഈ 352-ാം വകുപ്പ് പ്രകാരം പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമുള്ള ആക്രമണമാണ് ചുമത്തിയിരിക്കുന്നത്. അത്തരത്തിൽ 13 പ്രതികൾക്കെതിരെ നരഹത്യ കുറ്റം തെളിഞ്ഞിരുന്നു. ഈ 16-ാം പ്രതി മുനീറിനെതിരെ 352-ാം വകുപ്പ് പ്രകാരം പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമുള്ള ആക്രമണമാണ് ചുമത്തിയിരിക്കുന്നത്. 2 പ്രതികളെ, 4-ാം പ്രതിയെയും 11-ാം പ്രതിയെയും വെറുതെ വിട്ടിരുന്നതും ഇന്നലെ വിധിയിൽ ഉണ്ടായിരുന്നു. അത്തരത്തിൽ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. 13 പ്രതികൾക്കെതിരെ നരഹത്യ കുറ്റം ചുമത്തിയിരിക്കുന്നു. 16-ാം പ്രതി മുനീറിനെതിരെ ചുമത്തിയിരുന്നത് ഈ പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമുള്ള ആക്രമണമാണ് ചുമത്തിയിരുന്നത്. നമുക്ക് ഇന്നലെ അറിയാം, ഇന്നലെ പ്രതികൂട്ടിൽ നിന്നിരുന്ന ഓരോ പ്രതിയെ അടുത്ത് വിളിച്ചാണ് കുറ്റപത്രം വായിച്ച് കേൾപ്പിച്ചത്. ഇതിലെല്ലാം ഇന്ന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. 11 മണിയോടുകൂടി കോടതി ഈ ശിക്ഷ പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജഡ്ജി KM രതീഷ് കുമാറാണ് ശിക്ഷ പ്രഖ്യാപിക്കുക. ഈ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് പുറമെ അന്യായമായി സംഘം ചേരൽ, മർദ്ദനം, പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ നിയമത്തിലെ വകുപ്പ് അനുസരിച്ചുമെല്ലാം കുറ്റങ്ങളെല്ലാം തന്നെ ഈ പ്രതികൾ ചെയ്തതായിട്ട് കണ്ടെത്തിയിരുന്നു. മധുവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശം പ്രതികൾക്കില്ലായിരുന്നുവെന്നാണ് കോടതി വിലയിരുത്തിയത്. 16-ാം പ്രതി ഈ മുനീറിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല. ഈ 352-ാം വകുപ്പ് പ്രകാരം ഈ പെട്ടെന്നുണ്ടായ പ്രകോപനം മൂലമുള്ള ശിക്ഷയാണ് ചുമത്തിയിരുന്നത്. ബാക്കി 13 പ്രതികൾക്കും നരഹത്യ കുറ്റം ചുമത്തിയിരുന്നു. നമുക്കറിയാം, 2018 ഫെബ്രുവരി 22-നാണ് അട്ടപ്പാടിയിൽ അജിമുടിയിൽ വെച്ച് മധുവിനെ ഒരു കൂട്ടം ആളുകൾ മോഷണം ആരോപിച്ച് ഈ വിശപ്പ് അടക്കാനായിട്ട് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ഒരു ആരോപണത്തിന് മേൽ മർദ്ദിച്ച് അവശനാക്കി അത് മധുവിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. മധുവിനെ കൊലപ്പെടുത്തുന്ന ആ രീതിയിലാണ്. 5 വർഷത്തിന് ശേഷമാണ് ഇന്നലെ കോടതി ഇതിൽ വിധി പറഞ്ഞത്. അപൂർവതകൾ നിറഞ്ഞ കേസായിരുന്നു അട്ടപ്പാടിയിലെ മധു കേസ്. വളരെ സങ്കീർണതകൾ നിറഞ്ഞ സാഹചര്യങ്ങളെല്ലാം തന്നെ വിചാരണ ഘട്ടത്തിലെല്ലാം തന്നെ കേസിൽ ഉണ്ടായിരുന്നു. ഈ 122 സാക്ഷികളിൽ 103 പേരെ വിസ്തരിച്ചാണ് ഇന്നലെ ഈ ഈ വിചാരണ വേളയിൽ വിസ്തരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ 24 പേര് കൂറുമാറുന്ന സാഹചര്യം ഉണ്ടായി. ഈ വിചാരണ ഘട്ടത്തിലെല്ലാം തന്നെ വലിയ സങ്കീർണമായത് കൂറുമാറ്റം തന്നെയാണ്. കൂറുമാറ്റം തുടർന്നപ്പോൾ സാക്ഷി സംരക്ഷണ നിയമമടക്കം ഈ കേസിൽ നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ പ്രോസിക്യൂട്ടർമാർ മാറിയതെല്ലാം തന്നെ കേസിന് വലിയ വെല്ലുവിളിയായി. അവസാനം മധുവിന്റെ അമ്മയുടെ ആവശ്യപ്രകാരം വന്ന രാജേഷ് മേനോൻ, സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി വന്ന രാജേഷ് മേനോന്റെ അദ്ദേഹം വന്നതിന് ശേഷമാണ് വിചാരണ പൂർത്തിയാക്കിയത്. പ്രോസിക്യൂഷന്റെ വലിയൊരു വിജയം കൂടിയായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ ഈ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. അത്തരത്തിൽ മധു കേസിലെ ശിക്ഷാവിധി ഇന്ന് അട്ടപ്പാടിയിലെ മധുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മണ്ണാർക്കാട്ടെ സ്പെഷ്യൽ SC കോടതി ഇന്ന് വിധി പറയും. എബി, ഉണ്ണി, ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് ലഭ്യമാകുന്ന അല്ലെങ്കിൽ വകുപ്പുകൾ, ഏതെല്ലാം വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്? ആ പ്രതികൾക്ക് എത്ര വർഷം തടവ് ശിക്ഷ ലഭിക്കും എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? എബി, 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇതിൽ 14 പേരിൽ 13 പേർക്കെതിരെ ഈ നരഹത്യ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നരഹത്യ കുറ്റത്തിന് പുറമെ അതോടൊപ്പം തന്നെ ഈ
മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പുറമെ അന്യായമായി സംഘം ചേരൽ, മർദ്ദനം, പട്ടികജാതി പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമം തടയൽ എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. ഇതിൽ അത് തെളിഞ്ഞ ആ പ്രതികൾക്കെതിരെ 13 പ്രതികൾക്കെതിരെയും തെളിഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ 304(2) വകുപ്പ് പ്രകാരമാണ് ഇത്തരത്തിൽ ആസൂത്രിതമല്ലാത്ത നരഹത്യയാണ് ചുമത്തിയിരിക്കുന്നത്. അതിൽ 13 പ്രതികൾക്കെതിരെ ഈ കുറ്റം തെളിഞ്ഞു. 1 മുതൽ 16 പ്രതികളിൽ 16 പ്രതികളിൽ 4ഉം 11ഉം പ്രതികളെയാണ് വെറുതെ വിട്ടത്. അതിൽ ഈ 15 വരെയുള്ള പ്രതികളിൽ ഈ പ്രതികൾക്കെതിരെ 13 പ്രതികൾക്കെതിരെ ഇത്തരത്തിൽ നരഹത്യ കുറ്റം തെളിഞ്ഞിട്ടുണ്ട്. കോടതി തെളിഞ്ഞതായിട്ട് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ ഒരു പ്രതി 16ാം പ്രതി മുനീറിനെതിരെ മാത്രമാണ്. 11 മണിയോടുകൂടി കേസിൽ വിധി പറയാൻ വേണ്ടിയിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.